ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. അബുദാബിയിൽ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണമാണ്. മിസൈൽ അവശിഷ്ടം വീണ് 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. അബുദാബിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് അടുത്ത് 2 ഇടത്തായിട്ടാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സഹൽ സി മുഹമ്മദ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സഹൽ, വളരെ പെട്ടെന്ന് ഈ രീതിയിൽ ശക്തമായ ആക്രമണം കടുപ്പിക്കുന്നുവെങ്കിൽ എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി എന്നുള്ള നിലയിലാണ് ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഊർജ്ജ മേഖലകൾ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയ ശേഷവും ഇറാന്റെ ബുഷഹർ ആണവ നിലയം ഉൾപ്പെടെ പലതവണ ആക്രമിക്കപ്പെട്ടു. മറ്റ് 2 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ കൂടി ആക്രമിക്കപ്പെടുകയും അരഗ് മേഖലയിൽ അരഗ് ആണവ നിലയവും ഒപ്പം തന്നെ യസ്ദ് ആണവ നിലയവും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഒപ്പം 2 സ്റ്റീൽ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സമാനമായ രീതിയിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പങ്കാളിത്തമുള്ള മേഖലയിലെ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണങ്ങളും തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ അമേരിക്കൻ വ്യോമതാവളം, അതായത് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉൾപ്പെടെ ആക്രമിച്ചതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അബുദാബിയിൽ ഈ മിസൈൽ ആക്രമണം ചെറുത്തത്. വിജയകരമായി ഈ മിസൈൽ ആക്രമണം ചെറുത്തു. പക്ഷേ ഇതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചു എന്ന് അധികൃതർ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പുറത്ത് വിവരം വിട്ടിരിക്കുകയാണ്. 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് സാരമായ പരിക്കുകളില്ല, പക്ഷേ നിസ്സാരമായതും ഒപ്പം തന്നെ ഒരു അല്പം അതിന് മുകളിൽ ഉയർന്ന പടിയിലുള്ള പരിക്കുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജീവൻ അപായപ്പെടുന്ന തരത്തിലുള്ള പരിക്കുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ഇന്ത്യക്കാരനും ഒരു പാകിസ്ഥാനും കൊല്ലപ്പെടുകയും പാകിസ്ഥാൻ പൗരനും കൊല്ലപ്പെടുകയും 3 പ്രവാസികൾ മാത്രമല്ല ഒരു സ്വദേശി പൗരനും ഉൾപ്പെടെ 3 പേർക്കും അബുദാബിയിൽ തന്നെ പരിക്കേൽക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തങ്ങളുടെ സ്റ്റീൽ പ്ലാന്റുകളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കുമ്പോൾ സമാനമായ രീതിയിൽ അതേ തോതിലും അതേ ഗൗരവത്തിലുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് ഉള്ള ആക്രമണം നടത്തുമെന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഈ കെസാദ് മേഖല എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഇന്റഗ്രേറ്റഡ് ട്രേഡ് ഒപ്പം തന്നെ സാമ്പത്തിക സോണാണ്. ലോജിസ്റ്റിക്സും വ്യാപാരവും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയാണ്. അതുകൊണ്ട് വലിയ ഗൗരവമുള്ള തരത്തിൽ ഒരു ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തെയാണ് ഇപ്പോൾ ചെറുക്കാൻ അബുദാബിയുടെ അധികൃതർക്കും UAE-യുടെ വ്യോമ പ്രതിരോധ സേനയ്ക്കുമെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന്റെ അവശിഷ്ടങ്ങൾ വീണുള്ള പരിക്കുകൾ ആണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതോടുകൂടി ട്രംപിന്റെ വാക്കുകൾക്ക് വിലയില്ലാതായി. മാത്രമല്ല ആണവ നിർവ്യാപന കരാറിൽ തുടരുന്നതിന്റെ ഗൗരവവും സാധുതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ചില നിലപാടുകൾ കൂടി ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതായത് ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ഇതൊരു ഫലമില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടല്ലാതെയുള്ള ചർച്ചകളും സന്ദേശം കൈമാറലുമാണ് നടക്കുന്നത്. ഒരു നേരിട്ടുള്ള ചർച്ചയിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് സമാധാനം എന്നത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടാവുക. അത്തരത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ 10 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചപ്പോഴും അതിന് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അമേരിക്ക ഒരുപക്ഷെ സമയം നീട്ടി നൽകുകയും പുറത്ത് പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോഴും ഇസ്രായേൽ അവരുടെ ലക്ഷ്യങ്ങൾ ആക്രമിച്ച് പൂർവാധികം ശക്തിയോടുകൂടി ഈ സമയത്തിനുള്ളിൽ ആക്രമിച്ച് അവരുടെ ദൗത്യം പൂർത്തീകരിക്കുകയായിരിക്കും ചെയ്യുക എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പോടുകൂടി ഇറാന്റെ ആക്രമണങ്ങൾ പരാജയപ്പെടുത്തി എന്നാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സൗദിയിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമൊക്കെ ഈ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതേസമയം ഇറാൻ അവകാശപ്പെടുന്നത് KC-135 ടാങ്കറുകൾ ഉൾപ്പെടെ മേഖലയിലെ ചില പ്രധാനപ്പെട്ട അമേരിക്കയുടെ സ്വത്തുവകകൾ ആക്രമിച്ച് നശിപ്പിക്കാൻ സാധിച്ചുവെന്നും ബിസിനസ് മേഖലയിലേക്ക് നടത്തുന്ന ആക്രമണം തുടരുമെന്നുമാണ്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആശങ്കയും. 24 മണിക്കൂറിൽ 3 പ്രധാന ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതും ഇപ്പോൾ വിഷയം കടുപ്പിക്കുകയാണ്. അരാഖ് നഗരത്തിലെ ഷാഹിദ് ഖോന്ദാബ് ഹെവി വാട്ടർ റിയാക്ടറിന് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സഹൽ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സഹൽ, ഒരു ഭാഗത്ത് ഇപ്പോൾ അബുദാബിയിലേക്ക് അടക്കം ഈ ആക്രമണം കടുപ്പിക്കുമ്പോൾ അതിനുള്ള പ്രകോപനം ഈ അമേരിക്ക നൽകിയ വാക്ക് അവിടെ തന്നെ നിൽക്കെ ഇസ്രായേൽ ആ സഖ്യത്തിന്റെ ധാരണയെ ലംഘിച്ചുകൊണ്ട് ആണവ കേന്ദ്രങ്ങളെ, ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതാണോ? അതിനുള്ള മറുപടിയാണോ സഹൽ? അതുതന്നെയാണ്. അതായത് ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെതിരെ റഷ്യ നടത്തിയ പ്രസ്താവന വലിയ ഗൗരവമുള്ളതായിരുന്നു. അതായത് വലിയ രോഷം പ്രകടിപ്പിക്കുന്നു എന്നാണ് റഷ്യ അറിയിച്ചത്. അപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ പിന്നീട് ആക്രമണം ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ വീണ്ടും ബുഷഹറിന് പുറമെ യസ്ദ് ഒപ്പം തന്നെ അരാഖിലെ ഖനജല പ്ലാന്റും ഒപ്പം തന്നെ യസ്ദ് മേഖലയിൽ പ്ലൂട്ടോണിയവും ഒപ്പം തന്നെ യുറേനിയം ഒക്കെ വേർതിരിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചത്. ഇസ്രായേൽ അതിന് ന്യായീകരണമായി പറഞ്ഞ കാര്യം ഇറാന്റെ ആണവായുധ
അണ്വായുധ പദ്ധതിയിൽ വലിയ സംഭാവനകൾ നൽകുന്ന, ആണവായുധം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏക കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ ആക്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആണവായുധ പദ്ധതി തകർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇറാന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റീൽ പ്ലാന്റുകളെങ്കിലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ചു എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ പ്രശ്നം. അതായത് എണ്ണ കഴിഞ്ഞാൽ ഇറാന് ഏറ്റവും അധികം വരുമാനം നൽകുന്നതാണ് ഇരുമ്പുരുക്ക് വ്യവസായ മേഖല. ഏതാണ്ട് 70% വരുമാനം നൽകുന്ന സ്റ്റീൽ പ്ലാന്റുകളാണ് ആക്രമിച്ചത്. സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. അതായത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പങ്കാളിത്തമുള്ള സമാനമായ സാമ്പത്തിക സ്രോതസ്സുകളെ ആക്രമിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസായങ്ങളെ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ പ്രകോപനമായി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ തുടരുന്നതും. സൈനികമായ ആക്രമണങ്ങൾ എപ്പോഴെങ്കിലും നിർത്തിവെക്കുമെന്ന് അമേരിക്ക നേരത്തെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ, അതായത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ഊർജ്ജം സംബന്ധിച്ച ആണവ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇനി ന്യായീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്ന നിലപാട്. അതുകൊണ്ട് ഗൾഫ് മേഖലയിലാകെ പുതിയ ഒരു ജാഗ്രത നിലനിൽക്കുകയാണ്. പക്ഷേ ആശ്വാസമുള്ള കാര്യം, ഈ ആക്രമണങ്ങളിൽ ഏതെങ്കിലും വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടായതായി ഒരു ഗൾഫ് രാജ്യത്തു നിന്നും ഇതുവരെ വലിയ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ അവശിഷ്ടങ്ങൾ പതിച്ചുള്ള പരിക്കുകളും നേരിയ നാശനഷ്ടവും ഒഴിച്ചാൽ ഇത് നേരിട്ട് പതിച്ചുള്ള ഒരു ആഘാതമോ അപകടമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പുതിയ ഒരു പ്രകോപനമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഇതിനെ നേരിടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇറാൻ ഇപ്പോഴും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നതും. അനൂപ്. സഹൽ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ഈ സമയത്ത് ഗൾഫിൽ കനത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. അതേസമയം തന്നെ ഇറാനെ പ്രകോപിപ്പിക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന അമേരിക്കയുടെ ഉറപ്പ്. 10 ദിവസത്തേക്കാണ് ഈ ഉറപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് ഉറപ്പ് നൽകുമ്പോൾ, ഡൊണാൾഡ് ട്രംപിന്റെ കൂട്ടുകാരനായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് തന്നെ, അത് ആണവ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ധാരണയുടെ ലംഘനമായി ഇറാൻ കാണുന്നു എന്നുള്ളതാണ്. അത് അപകടകരമാണ്. അതിലുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ അബുദാബിയിൽ UAE നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യക്കാരടക്കം അതിൻ്റെ ഭവിഷ്യത്ത് നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ദൗർഭാഗ്യകരമായ വാർത്ത.